ഓം ശാന്തി. അമൃതവേള അഥവാ ബ്രഹ്മമുഹൂർത്തം ഒരു ദിവസത്തിൻ്റെ അത്യധികം മഹത്വരമായിരിക്കുന്നൊരു സമയമാണ്. ബ്രഹ്മമുഹൂർത്തം എന്ന ഒരു വീഡിയോ ഞാൻ മുന്നിട്ടിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും അതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ കുറേയും കൂടെ കാര്യങ്ങൾ ആഴത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീണ്ടും അതേ ടോപ്പിക്കിൽ ഞാൻ വന്നിരിക്കുന്നത് തന്നെ. ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിലേക്ക് ഒരു ദിവസം കൊണ്ട് ഏറ്റവും പോസിറ്റീവ് എനർജി നമുക്ക് നിറയ്ക്കാൻ പറ്റുന്ന, അഥവാ നമ്മുടെ വിഷ്വലൈസേഷനെ മാക്സിമം പവർഫുള്ളായിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ്റെ ടൂൾസ് ഉപയോഗിച്ചു, എന്നിട്ടും എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യൂ. ആ സമയത്ത് മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ അത് ഏറ്റവും കറണ്ട് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള സമയമാണ്. ആ കറണ്ടിന് ഈശ്വരൻ്റെ അടുത്ത് സ്വീകരിച്ച ശേഷം, ആ ഫുൾ എനർജി ഫുൾ ഫോഴ്സിൽ നമ്മളുള്ള നിറച്ച ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ സത്യമായിട്ട് ഭവിക്കും. അതുകൊണ്ട് ഏറ്റവും അധികം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട മെഡിറ്റേഷനും ആ സമയം തന്നെയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രയാസം ആളുകൾക്ക് അനുഭവപ്പെടുന്നതും ആ ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷൻ്റെ കാര്യം തന്നെയാണ്. സാധകന്മാരായിട്ടുള്ള ആളുകൾ പോലും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിരുന്ന് ധ്യാനിക്കുന്ന സമയത്ത് ഉറക്കത്തോട് മല്ലിടുന്നത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അപ്പം ഉറക്കത്തിനെ അതിജീവിച്ചുകൊണ്ട് തൻ്റെ മനസ്സിനെ അലർട്ടാക്കി വെച്ചുകൊണ്ട് ഈശ്വരനുമായിട്ടുള്ള സമാഗമം നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ ജീവിതത്തിൽ 50% വിജയം അതുകൊണ്ടായി നിങ്ങൾ ഉറപ്പിച്ചോളൂ. അത്രയും വലിയ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു സമയമാണ് അമൃതവേള. അതുകൊണ്ടാണ് ഇതിനെ അമൃതവേള എന്ന് തന്നെ പറയാൻ കാരണം. അമൃത് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മളെ മരണമില്ല ഇല്ലാതാക്കുന്നത്, നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ സങ്കല്പങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങളെയെല്ലാം അമരത്വത്തിലേക്ക് നയിക്കുന്നതായിരിക്കുന്ന ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്തം. അതുകൊണ്ടുകൂടിയാണ് അതിനെ അമൃതവേള എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ സമയത്ത് സ്വയം നിരാകാരിയായിരിക്കുന്ന പരമാത്മ, നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കോസ്മിക് എനർജി, ഈ പ്രപഞ്ചത്തിലേക്ക് അതിൻ്റെ മാക്സിമം എനർജി സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കുന്ന സമയം. മനുഷ്യന്മാരാണെങ്കിൽ ഗാഠനിദ്രയിലേക്ക് പോകുന്നതായിട്ടുള്ള സമയമാണ്. ഉറങ്ങുന്നവർക്ക് ഏറ്റവും നല്ല ഉറക്കം കിട്ടുന്ന സമയം അത് തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യന്മാർ അധികവും ഉറങ്ങിയിരിക്കും. കലിയുഗത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഒരുപാട് ആളുകൾ 12 മണിക്ക് 1 മണിക്ക് ഉറങ്ങുന്നവരാണ്. ആ 12 മണിക്ക് ഉറങ്ങുന്ന വലിയൊരു വിഭാഗം ആൾ ഉറങ്ങിക്കിടക്കുകയായിരിക്കും. 3 മണിക്ക് ഉണരുന്ന ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സങ്കല്പത്തിൻ്റെ ട്രാഫിക് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നമ്മുടെ സങ്കല്പത്തിനെ പരമാത്മാവിലേക്ക് അഥവാ ഹയസ്റ്റ് എനർജിയിലേക്ക്, സുപ്രീം പവറിലേക്ക്, ഈശ്വരനിലേക്ക് എത്തിക്കാനുള്ളതായിരിക്കുന്ന ഈസിയസ്റ്റ് ആയിരിക്കുന്ന മെത്തേഡാണ്. ആ സമയത്ത് സൗണ്ട് പൊല്യൂഷനും ഏറ്റവും കുറവായിരിക്കും. നമുക്ക് നമ്മുടെ വൈബ്രേഷൻസിനെ ബ്രഹ്മാണ്ടത്തിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് വ്യാപിപ്പിക്കാനും ഏറ്റവും നല്ലതായിരിക്കുന്ന മുഹൂർത്തം ആ സമയം തന്നെയാണ്. മാത്രമല്ല, ഉറങ്ങി ഉണരുന്ന സമയത്ത് ഉപബോധ മനസ്സ് അത് കുറച്ചും കൂടെ ആക്റ്റീവായിരിക്കുന്ന സമയമാണ്. സബ് കോൺഷ്യസ് മൈൻഡ് എക്സ്ട്രാ എനർജി ആക്റ്റീവായി നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് എഴുന്നേറ്റ് ഈശ്വരനെ ഓർക്കുമ്പോൾ, ആ എനർജി നമ്മളിലേക്ക് നിറയ്ക്കാൻ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ക്ലീനിങ് തന്നെത്താൻ നടക്കും, വളരെ ഈസി ആയിട്ട് നടക്കും. ആ സമയത്ത് മെഡിറ്റേഷനിൽ ആനന്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുമെങ്കിൽ ഒരു സംശയവും വേണ്ട, ജീവിതം നിങ്ങളെങ്ങനെ ആഗ്രഹിക്കുന്നു അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതായിരിക്കുന്ന ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങൾ ഏറ്റവും കഷ്ടമുള്ളതായിരിക്കുന്ന ഏറ്റവും ലോവസ്റ്റ് ലെവലുള്ള അവസ്ഥയായിക്കോട്ടെ, പക്ഷേ ഈ ഒരൊറ്റ സാധന നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഊർജം നമ്മളുള്ള നിറയ്ക്കുന്നതായിട്ടുള്ള സാധനമാണ്. മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ എല്ലാ റിസപ്ഷനും, കാരണം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നതായിട്ടുള്ള എനർജീനെ എനിക്ക് വേണ്ടതായിട്ടുള്ള വസ്തുക്കളിൽ, വ്യക്തികളിൽ എല്ലാം വളരെ വേഗത്തിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി അവരുടെ റിസീവിങ് മൂഡ്, സ്വന്തം തോട്ട്സ്, ഉറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി റിലേഷൻസ് ഹീൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവർ ഉറങ്ങിക്കിടക്കുന്ന സമയമായിരിക്കും, നിങ്ങൾ ഉണർന്നിരിക്കുന്ന സമയമായിരിക്കും. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവും കോൺഷ്യസ് മൈൻഡ് ഇനാക്റ്റീവും ആയിരിക്കുന്ന സമയമാണ്. നമ്മൾ ഉണർന്നിരുന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പൂർണ്ണ ഊർജ്ജം ആവാഹിച്ചുകൊണ്ട് അവർക്കൊരു എനർജി സെൻഡ് ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ അവരുടെ മനസ്സുകൾ അത് സ്പർശിക്കുകയും പ്രഭാതത്തിൽ ഉണരുമ്പോൾ അവരറിയാതെ അവരുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചൊരു പോസിറ്റീവായിരിക്കുന്ന തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ അതിനും ഒരുപാട് സഹായിക്കുന്നതായിരിക്കുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു ബുക്കിൽ വായിക്കുകയുണ്ടായി, ഒരു ദിവസത്തെ മുഹൂർത്തങ്ങളെക്കുറിച്ച് വിന്യസിക്കുന്നത് ഓരോ പ്രത്യേക സമയത്തിനും ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ അതിരാവിലെ സമയം പുലർച്ചെ 3 മുതൽ
6 മണി വരെയുള്ള സമയത്തിനെ പറയുന്നത് മനോഹര മുഹൂർത്തം എന്നാണ് പറയുന്നത്. ആ സമയത്താണ് ഈശ്വരനും നിങ്ങളും തമ്മിലുള്ളതായിരിക്കുന്ന മീറ്റിംഗ് നടക്കാനുള്ളതായിരിക്കുന്ന ഏറ്റവും നല്ല സമയം പറയുന്നത്. മനോഹര മുഹൂർത്തത്തിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ ഒരുപാട് കൂടുതലായിരിക്കും. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ സുഖത്തിനും ഉപരിയായി, ഇന്ദ്രിയ സുഖങ്ങൾക്കുപരിയായിക്കൊണ്ട് അതീന്ദ്രിയ സുഖത്തിലെത്തിക്കാനും ആ പരമാനന്ദ അവസ്ഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഋഷിമാർ, മുനിമാർ, സന്യാസികൾ, സാധകന്മാർ അവർ വർണ്ണിക്കുന്നതായിരിക്കുന്ന ആ പരമാനന്ദം എന്ന് പറയുന്ന അവസ്ഥയെ അനുഭവിക്കാൻ സഹായിക്കുന്നതായിരിക്കുന്ന ഒരു ഹോർമോൺ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിൽ ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. നിങ്ങൾ ഉണർന്നിരുന്ന് അതിന് റിസീവ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ആ റിസീവിങ് മോഡിൽ ഇത് ഹയസ്റ്റ് എനർജീനെ നമ്മളിലേക്ക് റിസീവ് ചെയ്യാനും ജീവിതത്തിൽ എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ അതിനൊക്കെ നിങ്ങൾ സന്തോഷമായിരുന്നാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ അതിജീവിക്കാൻ കഴിയും. ആ ഒരു ഹാപ്പിനെസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഊർജ്ജം നമ്മളിലേക്ക് ആവാഹിക്കുന്നതായിരിക്കുന്ന മുഹൂർത്തവും ബ്രഹ്മമുഹൂർത്ത സമയമാണ്. മാത്രമല്ല ആ സമയത്ത് പഞ്ചതത്വങ്ങൾ കൂടി എനർജി റിസീവിങ് മൂഡിലായിരിക്കും ഉണ്ടായിരിക്കുക. ആർക്കെങ്കിലും അവനവൻ്റെ ശരീരത്തിൽ രോഗങ്ങളെ ഹീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിനെ പൂർണ്ണ ആരോഗ്യദായകമാക്കി മാറ്റണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷന് ശേഷം പഞ്ചതത്വങ്ങളെ നമുക്ക് ഹീൽ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊറോണ പോലുള്ളതായിരിക്കുന്ന ഒരുപാട് രോഗങ്ങൾ, ഒന്ന് കൊറോണയുണ്ട്, മറ്റു പല രീതിയിലുള്ളതായിട്ട് പകർച്ചവ്യാധികളുണ്ട്, ഒത്തിരി രോഗങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം അതിൻ്റെ സട്ടിൽ എനർജി കുറവായിട്ടുള്ള ബോഡികളെയാണ് വളരെ വേഗം അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളെ പോലും ആ പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓറ ഹൈലി ബ്രൈറ്റ് ആയിട്ട് മാറും, പവർഫുൾ ആയിട്ട് മാറും. അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ. അവരുടെ റെസിസ്റ്റൻസ് പവർ കൂടും, അവർ ഓറ പവർഫുൾ ആയിരിക്കും, മനസ്സും സന്തോഷിക്കും. ഒപ്പം നിങ്ങളുടെ ശരീരത്തിലെ പഞ്ചതത്വങ്ങൾ കൂടി ഏറ്റവും നല്ല റിസീവിങ് മൂഡിലാണ് ആ സമയത്ത് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് വളരെ വേഗത്തിൽ എനർജി റിസീവ് ചെയ്യുകയും ആ ബോഡിയിലെ ഹീലിംഗ് വളരെ എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും. നമ്മൾ പറയാറുണ്ട് പഞ്ചതത്വങ്ങൾ കൂടിക്കൊണ്ട് പിത്തം, കഫം, വാദം എന്ന് പറയും. അതിൽ വാദം എന്ന് പറയുന്നത് ആകാശവും വായുവും ചേർന്നിട്ടാണ് വാദം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഭൂമിയും വെള്ളവും ചേർന്നിട്ടാണ് കഫം ഉണ്ടാകുന്നത്. അതേസമയം അഗ്നി എന്ന് പറയുന്നത് പിത്തമാണ്. പിത്തം, വാദം, കഫം എന്ന് പറയുന്ന സാധനങ്ങൾ കൊണ്ട് മനുഷ്യ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ആയുർവേദത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പഞ്ചതത്വങ്ങളെ ഹീൽ ചെയ്യുക വഴി ഈ 3 സാധനത്തിനും പ്രോപ്പർ റേഷ്യോയിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാനും രോഗങ്ങളെ ഒരു പരിധി വരെ നിങ്ങൾക്ക് തടഞ്ഞു വെക്കാനും ഒക്കെ സാധിക്കുന്ന ഘടകമാണ് ബ്രഹ്മമുഹൂർത്ത സമയത്തതായിട്ടുള്ള മെഡിറ്റേഷൻ. അതുകൊണ്ട് ആ സമയത്ത് സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഭൂമിയെ സ്പർശിക്കുന്ന സമയമാണ്. പണ്ടത്തെ ആളുകൾ പറയും 7:30 വെളുപ്പ് എന്നൊക്കെ പറയാറുണ്ട്. ആ 7:30 വെളുപ്പിന് അഥവാ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നിങ്ങൾ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ സൂര്യൻ്റെ കിരണങ്ങൾ അപ്രത്യക്ഷ രൂപത്തിലാണെങ്കിൽ പോലും ഭൂമിയെ സ്പർശിക്കുന്ന സമയമാണ്. ആ വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്രകാശകിരണങ്ങളുടെ സ്പർശനം, അതിൽ അനവധി പോസിറ്റീവ് എനർജികൾ നിറഞ്ഞതായിരിക്കും ആ സമയത്ത് സൂര്യകിരണങ്ങൾ. അതുകൊണ്ട് ആ സൂര്യകിരണങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ വിധം നിങ്ങൾക്കൊരു ഫ്രഷ് എയറിൽ ഇരുന്നുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുമോ? എന്നാൽ നിങ്ങൾ ദ ലക്കിയസ്റ്റ് ആണെന്ന് പറയാം. ഓൾമോസ്റ്റ് രോഗങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഓടിപ്പോകും, അതിന് വരാനാവില്ല നിങ്ങളുടെ ശരീരത്തിലേക്ക്. അതുകൊണ്ട് ശാരീരികമായും മാനസികമായും ഒരു മനുഷ്യനെ പൂർണ്ണ ആരോഗ്യവാനാക്കി മാറ്റാൻ, ഒപ്പം മനസ്സ് ഹാപ്പിനെസ്സിലാണെങ്കിൽ ഇമോഷണലി ഹെൽത്തിയാക്കി മാറ്റാൻ വേണ്ടി, ഒരു മനുഷ്യൻ ഹെൽത്തി എന്ന് പറയുന്നത് ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി ആൻഡ് സ്പിരിച്വലി ആണ്. ഈ 4 ഹെൽത്തും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഒരുപോലെ നേടിയെടുക്കാൻ സഹായിക്കുന്നതായിട്ടുള്ള ഒന്നാണ് ബ്രഹ്മമുഹൂർത്ത ധ്യാനം. ഞാൻ കേട്ടിട്ടുണ്ട് ത്യാഗത്തിലൂടെ മാത്രമേ ഭാഗ്യം നേടാൻ സാധിക്കൂ എന്ന്. ആ സമയത്ത് ഉറക്കത്തെ ത്യജിക്കാൻ നിങ്ങൾ തയ്യാറാണോ, ജീവിതത്തിൽ ഭാഗ്യത്തെ സ്വീകരിക്കാൻ കൂടി നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ. അത്രയും മഹത്വമുള്ളതാണ് ബ്രഹ്മമുഹൂർത്ത ധ്യാനം അഥവാ അമൃതവേള മെഡിറ്റേഷൻ. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഉറങ്ങി, ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ ഉറങ്ങുന്നവർക്ക് നേരത്തെ ഉണരാനാകൂ. അതുകൊണ്ട് ഉറക്കം വൈകിക്കാതെ, നിങ്ങൾക്ക് ഒരുപാട് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷന് ശേഷം നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടികൾ, കാര്യങ്ങൾ, പഠനങ്ങളൊക്കെ ചെയ്തു നോക്കൂ. കുറേയും കൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസപ്റ്റീവ് ആയിക്കൊണ്ട് അതിനെ സ്വീകരിക്കാനും, ഇനി എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ നിങ്ങൾക്ക് കാണാനുണ്ട് എങ്കിൽ ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷന് ശേഷം നിങ്ങൾ ഈശ്വരനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ആ കാര്യം ഡിസ്കസ് ചെയ്ത് നോക്ക്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ടച്ചിങ്സിൻ്റെ രൂപത്തിൽ അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടുകയും ലൈഫിലെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ളതായിരിക്കുന്ന അതീവ മഹത്വമായിരിക്കുന്ന ഒന്നാണ് അമൃതവേള അഥവാ ബ്രഹ്മ
ബ്രഹ്മമുഹൂർത്ത ധ്യാനം. അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ. അതിനുള്ള ശക്തി ഭഗവാൻ നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓം ശാന്തി.